ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു ഐക്കൺ കൂടിയായിരുന്നു ഹിഗിൻ ബോതംസിൻ്റെ ഷോപ്പുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് സെല്ലേഴ്സായിരുന്ന, പബ്ലിഷേഴ്സായിരുന്ന ഹിഗിൻ ബോതംസ് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് അതിൻ്റെ ഏകദേശം പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആബേൽ ജോഷുവയെ കണ്ടുപിടിച്ച കപ്പലിൻ്റെ ക്യാപ്റ്റൻ അവനെ മദ്രാസ് നഗരത്തിൽ ഇറക്കി വിട്ടു. അവിടെ വെച്ചാണ് ചരിത്രം മാറുന്നത്. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഹിഗിൻ ബോതംസിന് അക്കാലത്തെ ലോകത്തെ പ്രധാന ആൾക്കാരെല്ലാം കസ്റ്റമറായി വന്നു എന്നുള്ളതാണ്. ഒരുപാട് കാലം തിരുവനന്തപുരം നഗരത്തിൽ പുളിമൂട് ഭാഗത്ത് ഹിഗിൻ ബോതംസിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അത് കൊളോണിയൽ ഇറയിൽ തുടങ്ങി, കൊളോണിയൽ കാലഘട്ടത്തിൽ തുടങ്ങി സ്വതന്ത്ര ഭാരതത്തിലേക്ക് നീണ്ടുപോയ ഒരു ദീർഘമായ ചരിത്രമാണ് ഹിഗിൻ ബോതംസിനുള്ളത്. നമസ്കാരം, യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഹിഗിൻ ബോതംസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഹിഗിൻ ബോതംസ് യാത്രക്കാരുടെ ശ്രദ്ധയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത്, വളരെ ദീർഘമായ കാലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു ഐക്കൺ കൂടിയായിരുന്നു ഹിഗിൻ ബോതംസിൻ്റെ ഷോപ്പുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ. ഹിഗിൻ ബോതംസിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. അതിൻ്റെ പ്രൗഢി, അല്ലെങ്കിൽ പ്രൗഢമായ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് സെല്ലേഴ്സായിരുന്ന, പബ്ലിഷേഴ്സായിരുന്ന ഹിഗിൻ ബോതംസ് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് അതിൻ്റെ ഏകദേശം പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. അതിദീർഘമായ ഒരു ചരിത്രമാണ് ഹിഗിൻ ബോതംസിൻ്റേത്. അതിൻ്റെ തുടക്കം വളരെ രസകരമായ ഒന്നാണ്. ആബേൽ ജോഷുവ ഹിഗിൻ ബോതംസ് എന്ന ബ്രിട്ടീഷുകാരൻ പയ്യൻ, അവൻ ഒരു സ്റ്റൗവേ ആയി എന്ന് പറഞ്ഞാൽ കപ്പലിൽ അനധികൃതമായി സഞ്ചരിക്കുന്ന ഒരാളായി. ഇവൻ കപ്പലിൽ ഒളിച്ചു കടന്ന്, ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ ഒളിച്ചു കടന്നാണ് വന്നത്. അങ്ങനെ ആബേൽ ജോഷുവയെ കണ്ടുപിടിച്ച കപ്പലിൻ്റെ ക്യാപ്റ്റൻ അവനെ മദ്രാസ് നഗരത്തിൽ ഇറക്കി വിട്ടു. അവിടെ വെച്ചാണ് ചരിത്രം മാറുന്നത്. അവൻ ആ നഗരത്തിൽ ഇറങ്ങി നടന്നു. പിന്നെ അവൻ വെസ്ലീസ് ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പ് വാങ്ങി. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യം, അതായത് 1840കളിലാണ് ഇത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1843 ആയപ്പോഴത്തേക്ക് വെസ്ലീസ് ബുക്ക് ഷോപ്പ് മൗണ്ട് റോഡിലെ, ചെന്നൈയിലെ മദ്രാസിലെ മൗണ്ട് റോഡിലെ ഈ വെസ്ലീസ് ബുക്ക് ഷോപ്പിനെ ഹിഗിൻ ബോതംസ് എന്ന പേരിലേക്ക് അയാൾ മാറ്റി. 1858 ചാൾസ് ട്രാവലിൻ, അതായത് മദ്രാസ് ഗവർണർ ലോർഡ് മെക്കാളെ അന്ന് ഇന്ത്യയുടെ വൈസ്രോയിയാണ്, അദ്ദേഹത്തിന് ഹിഗിൻ ബോതംസിനെ കുറിച്ച് എഴുതുകയുണ്ടായി. അതോടുകൂടി ഹിഗിൻ ബോതംസ് ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് സെല്ലറായി, അല്ലെങ്കിൽ ഒരു ഐക്കണായി മാറുകയുണ്ടായി. 1875 പ്രിൻസ് ഓഫ് വെയിൽസ് ചെന്നൈ നഗരം ഈ നൂറ്റാണ്ടിലുണ്ടായ പേരാണ്, മദ്രാസ് നഗരം സന്ദർശിച്ചപ്പോൾ അവരുടെ ഔദ്യോഗിക ബുക്ക് സെല്ലറായി മാറിയത് ഈ ഹിഗിൻ ബോതംസ് ആയിരുന്നു. നമുക്കറിയാം, ഈ പ്രിൻസ് ഓഫ് വെയിൽസ് 1875 പ്രിൻസ് ഓഫ് വെയിൽസ് ആണ്. പിന്നീടാണ് അദ്ദേഹം എഡ്വാർഡ് 7 ആയി മാറി, ബ്രിട്ടീഷ് ചക്രവർത്തിയായി മാറിയ ആളാണ്. ചരിത്രം പിന്നെയും നീണ്ടുപോയി. അതിൻ്റെ പ്രൗഢമായ ചരിത്രം വളർന്ന് വലുതായി. നമ്മുടെ സ്റ്റൗവേ ആയ പയ്യൻ, കപ്പലിൽ ഒളിച്ചു കിടന്ന ഈ കൊച്ചു കള്ളൻ മദ്രാസിൻ്റെ ഷെരീഫായി മാറി, അതായത് മദ്രാസിൻ്റെ മേയറായി മാറി. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഹിഗിൻ ബോതംസിന് അക്കാലത്തെ ലോകത്തെ പ്രധാന ആൾക്കാരെല്ലാം കസ്റ്റമറായി വന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ക്ലെമൻ്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ നമ്മുടെ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യൻ പ്രസിഡൻറ്റ്, സി രാജഗോപാലാചാരി തുടങ്ങി ഇന്ത്യയിലെയും ബ്രിട്ടനിലെയൊക്കെ വളരെ പ്രമുഖരായ പ്രമുഖർ ഹിഗിൻ ബോതംസിൻ്റെ കസ്റ്റമറായി. ഒരുപാട് കാലം തിരുവനന്തപുരം നഗരത്തിൽ പുളിമൂട് ഭാഗത്ത് ഹിഗിൻ ബോതംസിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത്, അവിടെ ഏകദേശം, എനിക്ക് അറിവുള്ള സമയത്ത് ഏകദേശം ഒരു ദിവസം 1,00,000 മേൽ കച്ചവടം നടക്കുന്ന സമയമുണ്ടായിരുന്നു. അതായത് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിഗിൻ ബോതംസിൻ്റെ മാത്രമല്ല, മറ്റ് പബ്ലിഷേഴ്സിൻ്റെ, മാതൃഭൂമി തുടങ്ങി മറ്റ് പബ്ലിഷേഴ്സിൻ്റെ ഉൾപ്പെടെ വാരികകളും അതുപോലെ പത്രങ്ങളും ഒക്കെ ചേർന്ന് ഇന്ത്യൻ പ്രിൻ്റ് മീഡിയയുടെ, ഈ പ്രിൻ്റ് ഇൻഡസ്ട്രിയുടെ
ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു സുവർണകാലത്ത് ട്രിവാൻഡ്രം സ്റ്റേഷനിലെ ആ ചെറിയ ഷോപ്പിൽ മാത്രം ഒരു ദിവസം 1,00,000 മേൽ കച്ചവടം ഉണ്ടായിരുന്നു. നമ്മുടെ ശീലങ്ങൾ മാറിയപ്പോൾ, ഒരുപക്ഷെ റെയിൽവേയുടെ നയങ്ങൾ മാറിയപ്പോൾ, ഇത്തരം പുസ്തകശാലകൾക്ക്, വലിയ മാർജിനില്ലാത്ത പുസ്തകശാലകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഹിഗിൻ ബോതംസ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. കൊല്ലത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പഴയ ഷോപ്പ്, അടഞ്ഞു കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു ഷോപ്പ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ പോലെ നമ്മുടെ കൾച്ചറിനെ നിലനിർത്തിയ ഒരു വലിയ സ്ഥാപനമാണ്. അത് കൊളോണിയൽ ഇറയിൽ തുടങ്ങി, കൊളോണിയൽ കാലഘട്ടത്തിൽ തുടങ്ങി സ്വതന്ത്ര ഭാരതത്തിലേക്ക് നീണ്ടുപോയ ഒരു ദീർഘമായ ചരിത്രമാണ് ഹിഗിൻ ബോതംസിനുള്ളത്. ഒരു ചെറിയ പയ്യനിൽ തുടങ്ങി വലിയൊരു സാമ്രാജ്യമായി മാറിയ ഹിഗിൻ ബോതംസും അതിൻ്റെ വിധി പോലെ കാലത്തോട് പൊരുതി നിൽക്കാനാവാതെ അതും പൂട്ടി എന്നുള്ളത് തീർച്ചയായും സങ്കടകരം കൂടിയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് പറയാനാവുന്നത്, ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ലോകത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന, ഏറ്റവും വിലമതിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ അതിൻ്റെ പ്രിൻ്റ് നിർത്തലാക്കി. അങ്ങനെ പ്രിൻ്റ്, അതിൻ്റെ അച്ചടി ഒരുപക്ഷെ മനുഷ്യനെ, ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തിയത് അച്ചടിയുടെ കണ്ടുപിടുത്തമാണ്. ആ അച്ചടിയുടെ ചരിത്രം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ കൂടി സൂചനയാണിത്. ബ്രിട്ടാനിക്ക നിർത്തലാക്കിയതുപോലെ ഹിഗിൻ ബോതംസും നിർത്തലാക്കിയത്. ഒരുപക്ഷെ മുതിർന്ന തലമുറയുടെ ഓർമ്മകളിൽ ഹിഗിൻ ബോതംസ് ഒരു വളരെ നൊസ്റ്റാൾജിക്കായ ഒരു ഓർമ്മയായി. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് പോപ്പുലർ പുസ്തകങ്ങൾ, ഒരുപാട് വാല്യുബിളായിട്ടുള്ള പുസ്തകങ്ങളുടെയൊക്കെ ഓർമ്മയായി, മണമായി ഹിഗിൻ ബോതംസ് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ ഹിഗിൻ ബോതംസിനെ, ആ ചെറിയ പയ്യനെ, ആ കപ്പലിൽ ഒളിച്ചു കടന്നു വന്ന ആ പയ്യനെ ഓർമ്മിക്കുന്നു. നമ്മുടെ ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മ പോലെ, ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഓർമ്മ പോലെ അയാളെ ഞാനൊന്ന് സല്യൂട്ട് ചെയ്യുന്നു. നന്ദി.